കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഹോം അപ്ലയൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു 2 വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തതും അവസാനത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 4 റെഫ്രിജറേറ്റേഴ്സാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഹോം അപ്ലയൻസസ് വീഡിയോ ചെയ്തപ്പം പ്രത്യേകിച്ചും ആപ്പിൾ ഉള്ളി കണ്ടൻറ്റ് ചെയ്യുന്ന നമ്മളെ ഈ ചാനലിൽ ഹോം അപ്ലയൻസസ് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പം അതിന് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകളാണ് ഞാൻ മാക്സിമം ചെയ്യാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മുന്നോട്ടും നമ്മളുടെ ചാനലിൽ ഇതുപോലെ തന്നെ ആപ്പിൾ ഉള്ള കണ്ടൻറ്റുകൾ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇനി വല്ലപ്പോഴും വളരെ സെലക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നുള്ളൂ. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ കറൻ്റ്ലി ഹോം അപ്ലയൻസസിന് നിരവധി ഓഫേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതാണ് ബോഷ് എന്നുള്ള ബ്രാൻഡ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. ബോഷിന് നിരവധി ഹോം അപ്ലയൻസസ് ആയാലും പ്രത്യേകിച്ച് നമ്മളെ വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചർ എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ ഏത് മാനുഫാക്ചർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ബോഷിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രൂവോ നട്ടോ എന്തെങ്കിലും ഒരു പാട്ടെങ്കിലും കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് വാഹനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ബോഷ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ആ ബ്രാൻഡ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബോഷിൻ്റെ വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 187L എന്ന് പറയുന്ന ഡയറക്റ്റ് കൂൾ സിംഗിൾ ഡോർ 5 സ്റ്റാർ റെഫ്രിജറേറ്ററാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 26,000 ആണ്. പക്ഷേ കറൻ്റ്ലി ഈ ഒരു ഓഫറിൽ ബിഗ് സേവിംഗ് ഡേ ഓഫറിൽ നമുക്ക് 16,990 ഈ ഒരു ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് അത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 187 ലിറ്റേഴ്സാണ്. സോ അതാണ് ഇതിൻ്റെ സ്റ്റോറേജ് സൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് EMI ഓഫേഴ്സ് എല്ലാം തന്നെ എല്ലാ റെഫ്രിജറേറ്റേഴ്സിൻ്റെ EMI ഓഫേഴ്സും ബാങ്ക് ഡിസ്കൗണ്ട് ഓഫേഴ്സും കാർഡ് ഓഫേഴ്സും എല്ലാം തന്നെ ഫ്ലിപ്കാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വ്യൂ EMI ഓഫേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതെല്ലാം വിസിബിൾ ആണ്. ഇനി താഴത്തേക്ക് പോകുമ്പം ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ 7 days ബ്രാൻഡ് സപ്പോർട്ട് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 year കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വാറണ്ടി പ്ലസ് 10 year കംപ്രസർ സപ്പോർട്ടും ഈ ഒരു റെഫ്രിജറേറ്ററിന് ബോഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന റെഫ്രിജറേറ്ററാണ്. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഓരോന്നായിട്ട്. ഇതിലേറ്റവും ആദ്യത്തെ ഇതൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജാണ്. രണ്ടാമത്തെ ഫാസ്റ്റർ ഐസ് മേക്കിംഗ് ആണ്. വളരെ ഫാസ്റ്ററായിട്ട് ഐസ് ക്യൂബ്സ് മേക്ക് ചെയ്യാനുള്ളൊരു ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫാസ്റ്റർ കൂളിംഗ് ഓപ്ഷൻ 2.5 ടൈം ഫാസ്റ്റാണ് നോർമലി ഉള്ള റെഫ്രിജറേറ്റേഴ്സിനേക്കാൾ. അതിന് സഹായിക്കുന്ന സ്മാർട്ട് ഷീൽഡ് ടെക്നോളജി ബോഷിൻ്റെ ഈ ഒരു റെഫ്രിജറേറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമൈസ് യുവർ സ്പേസ് വിത്ത് അഡ്ജസ്റ്റബിൾ ഷെൽഫ്. സോ നമുക്ക് താഴത്തെ ഷെൽഫ് ഏരിയ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന ഷെൽഫ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. സോ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ഈ ഒരു ഷെൽഫ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. 17 ലിറ്റേഴ്സിൻ്റെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബോട്ടത്തിൽ നമുക്കറിയാം വലിയൊരു ട്രേ വരും അല്ലെങ്കിൽ ഒരു ബോക്സ് വരും. അതിൽ നമുക്ക് യൂഷ്വലി നമ്മൾ വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ യൂഷ്വലി നമ്മൾ ഒരു റെഫ്രിജറേറ്ററിൽ കാണാത്ത ഡ്രൈ ഏരിയ സ്റ്റോറേജും ഈ ഒരു ബോഷിൻ്റെ ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഔട്ട്സൈഡിൽ തന്നെ നമുക്കൊരു 11.5 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് ഏരിയ, ഡ്രൈ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് ഇതിൻ്റെ കൂളിംഗ് ടെക്നോളജിയോ അല്ലെങ്കിൽ അകത്തെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഔട്ട്സൈഡിലുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. സോ അതിൽ നമുക്ക് വെജിറ്റബിൾസ് ഇതുപോലത്തെ ഒനിയൻ അല്ലെങ്കിൽ പൊട്ടറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന 11.5 ലിറ്റർ കപ്പാസിറ്റിയുടെ സ്റ്റോറേജ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു പവർ ഔട്ടേജിൻ്റെ സിറ്റുവേഷനിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫുഡുകൾ നമുക്ക് അപ് ടു 18 hours വരെ സേഫായിട്ട് സ്റ്റോർ ചെയ്യാൻ ഈ ഒരു ഫ്രിഡ്ജിലൂടെ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിൽ നമുക്ക് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷനും ആൻഡ് ICE സർട്ടിഫിക്കേഷനും ഈ ഒരു ബോഷിൻ്റെ ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലെ രണ്ടാമത്തത് ഗോദ്രേജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 185 ലിറ്റേഴ്സ് സ്റ്റോറിംഗ് കപ്പാസിറ്റിയുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജ്. സോ ഇതും 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന മറ്റൊരു ഫ്രിഡ്ജാണ്. ഇതും സിംഗിൾ ഡോറാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഫ്രിഡ്ജുകളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതിൻ്റെ പ്രൈസും EMI ഓഫേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനും 1 year കോംപ്രഹെൻസീവ് വാറണ്ടി പ്ലസ് 10 yearsൻ്റെ കംപ്രസർ സപ്പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം ലോ എനർജി കൺസംഷനാണ്.
അത് പൊതുവേ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള എല്ലാ ഫ്രിഡ്ജുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് ഇതിൻ്റെയും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ഈ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോ പവർ യൂസേജ് ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത് ലാർജർ 22 ലിറ്റേഴ്സിൻ്റെ വെജിറ്റബിൾ ട്രേ ആണ്. ഇതിന് മുന്നേ കണ്ട ബോഷിൽ 17 ലിറ്ററിൻ്റെ ഒരു വെജിറ്റബിൾ ട്രേ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തേക്കുന്നതെങ്കിൽ ഇതിൽ 22 ലിറ്റേഴ്സിൻ്റെ ലാർജർ ആയിട്ടുള്ള വെജിറ്റബിൾ ട്രേ ആണ്. 3 ഹ്യൂജ് ഷെൽഫ് സ്പേസ് ആണ്. നമുക്കറിയാം സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇതിലും അത്യാവശ്യം സ്പേസുകൾ ഷെൽഫുകൾ തമ്മിലുണ്ട്. പക്ഷേ ബോഷിൽ നമ്മൾ കണ്ടിരുന്നു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അത്യാവശ്യം സ്പേസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഹൈ പെർഫോമൻസ് കാപ്പിലറി ടെക്നോളജി, അതായത് വളരെ പെട്ടെന്ന് ഫ്രോസൺ ആകാൻ അല്ലെങ്കിൽ നമുക്ക് കൂളിംഗ് എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ കാപ്പിലറി ടെക്നോളജി എന്നുള്ളത്. 5 അഡ്വാൻസ് ഇൻവേർട്ടർ ടെക്നോളജി, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്തുള്ള ഒക്യുപ്പൻസി ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി. സോ അതിനുള്ളതാണ് ഈ ഒരു ഇൻവേർട്ടർ ടെക്നോളജി. 3 സാംസങ്ങിൻ്റെ 189 ലിറ്റർ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 17,290 ആണ്. ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പം ഇതിൻ്റെ ഓരോന്നായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകും. 1 5 സ്റ്റാർ എഫിഷ്യൻസി, നമ്മൾ കണ്ട 3 ഫ്രിഡ്ജുകളിലും 5 സ്റ്റാർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ, കാരണം കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ബേസ് ഡ്രോയർ, ഇതിലും ബോഷിൻ്റെ ഫ്രിഡ്ജിൽ കണ്ട പോലെ ഏറ്റവും ബോട്ടത്തിൽ ഒരു ബേസ് സ്റ്റോറേജ് ഡ്രോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ സാധിക്കും. 2 ഹൊറിസോണ്ടൽ കേർവ്ഡ് ഫ്രിഡ്ജാണ്, അതായത് ഒരു കേർവിങ് ആ ഒരു മൊത്തത്തിൽ ആ ബോഡിയിൽ വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു കാര്യം പറയുന്നത്. പിന്നെ എനർജി എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്നു. 36% ആണ് എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെർട്ടർ ടെക്നോളജി ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വയറ്റ് ഓപ്പറേഷനാണ്, ലെസ് നോയ്സ് ആണ്, കാരണം ആ ഒരു ഇൻവെർട്ടർ ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെയാണ്. ആൻഡ് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗ്യാസ്കറ്റ്, അതിപ്പം എല്ലാ ഫ്രിഡ്ജുകളിലും പണ്ടേ മുതലുള്ളൊരു. പിന്നെ ഇതിൻ്റെ ഷെൽഫാണ്, ടഫസ്റ്റ് ആയിട്ടുള്ള ഷെൽഫ് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു 15 days ഫ്രഷ്നെസ് ഈ വെജിറ്റബിൾസിന് കീപ്പ് ചെയ്യാം എന്നാണ് ഈ ഒരു ഫ്രിഡ്ജ് ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും അവസാനം സ്റ്റെബിലൈസർ ഫ്രീ ആണ്. ഇതിൽ നമുക്ക് വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലെ 4ാമത്തെ ഏറ്റവും അവസാനത്തെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഇത് IFB എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 197 ലിറ്റേഴ്സിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജാണ് 197 ലിറ്റേഴ്സിൻ്റെ. ഇതും 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നതും 16,490 ആണ്. കറൻ്റ് ഉള്ള ആ ഒരു ഓഫറിൽ EMI ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് 4 ഇയർ മെഷീൻ വാറൻറ്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വാറൻറ്റി ആൻഡ് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം 4 ഇയർ മെഷീൻ വാറൻറ്റിയും 10 ഇയർ കംപ്രസർ വാറൻറ്റിയും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ആൻറ്റി ബാക്ടീരിയ ഗ്യാസ്കറ്റ്, അതുപോലെ ലാർജർ ആയിട്ടുള്ള സ്റ്റോറേജ്, ഏകദേശം 20 ലിറ്റേഴ്സിൻ്റെ ലാർജ് സ്റ്റോറേജാണ് വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്ന ബോട്ടത്തിലെ ആ ഒരു ഡ്രോയർ വരുന്നത്. പിന്നെ വലിയ ബോട്ടിലുകൾ കീപ്പ് ചെയ്യാനുള്ള ലാർജർ ഡോർ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സ്ട്രാ ഹൈറ്റ്, താഴെ മുകളിലുമായിട്ട് എക്സ്ട്രാ ഹൈറ്റ്, അതായത് യൂഷ്വലി നമ്മൾ സെഗ്മെൻറ്റിൽ കണ്ടതിൽ ഏറ്റവും വലിയ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് 197 ലിറ്റേഴ്സ്. പിന്നെ ഐസ് ട്രേ, എൻഹാൻസ് കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ സഹായിക്കുന്ന തിക്ക് ഫോം, ഇതിനകത്ത് വളരെ തിക്കറായിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂളിങ്ങിനെ കീപ്പ് ചെയ്യാൻ, ലോങ് ടൈമിലേക്ക് കൂളിങ്ങിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ടഫായിട്ടുള്ള ഷെൽഫുകളാണ്, ഗ്ലാസ് ഷെൽഫുകളാണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ്. ഇതിനും 4.4 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. സോ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു റെഫ്രിജറേറ്ററാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലിപ്കാർട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ നിങ്ങളും ജോലിയുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി എന്നെപ്പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോം ടൗണിൽ നിന്ന് മാറി വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്ന നല്ല കുറച്ച് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഞാൻ ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്തത്. പ്രത്യേകിച്ച് നമുക്ക് വളരെ നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഈ ഫ്രിഡ്ജുകളെല്ലാം അവൈലബിൾ ആണ്. സോ ഒരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാറി താമസിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജ് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ബഡ്ജറ്റ് റേഞ്ചിൽ ഇതുപോലത്തെ അടിപൊളി ഫ്രിഡ്ജുകൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പം അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അഗെയിൻ ഇതിൻ്റെ എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്.